ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുവിനെ സന്ദർശിച്ചവരും യേശു സന്ദർശിച്ചവരും ആയവരെക്കുറിച്ചുള്ള ഒരു ധ്യാനമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇന്ന് യേശുവിനെ സന്ദർശിച്ച വിദ്വാൻമാരെക്കുറിച്ചാണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ഹെരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദിയയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്കുനിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദാവ് അത് കേട്ടിട്ട് അവനും യെരുശലേമൊക്കെയും ഭ്രമിച്ചു. ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട്, യഹൂദ ദേശത്തിലെ ബേത്ലഹേമിൽ തന്നെ. യഹൂദ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ്യ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ എനിക്ക് നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയത് ഇരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാറെ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിച്ച് കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പിനെന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുമ്പോഴും അവർക്ക് മുമ്പായി പൊയ്ക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ട് വീണവനെ നമസ്കരിച്ചു. നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരുക്കവും മൂരും കാഴ്ചവെച്ചു. ഹെരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ടവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനന സമയത്ത് ഇസ്രായേലിൻ്റെ കിഴക്കേ രാജ്യങ്ങളിൽ ഒരു പ്രത്യേക നക്ഷത്രം ഉദയം ചെയ്തു. അന്നത്തെ വാനശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലായി അത് ഒരു രാജാവിൻ്റെ ജനനത്തോട് അനുബന്ധിച്ച് ദൈവം നൽകിയ അടയാളമാണ് എന്ന്. നമുക്കറിയാം, ചോരിന്മേൽ മുളയ്ക്കുന്ന ഈസോപ്പ് തുടങ്ങി ലെബാനോനിലെ ദേവദാരു വരെയും സകല ജന്തുക്കളെക്കുറിച്ചും മത്സ്യങ്ങളെക്കുറിച്ചും അതുപോലെ സൂര്യചന്ദ്ര നക്ഷത്രാദികളെക്കുറിച്ചുമൊക്കെ ദൈവം ശലോമോനാണ് ജ്ഞാനം നൽകിയത്. ആ ശലോമോനിൽ നിന്നാണ് ചുറ്റുമുള്ള രാജാക്കന്മാരും ജ്ഞാനികളുമൊക്കെ വന്ന് ദൈവത്തിൽ നിന്ന് കേട്ട ഈ വെളിപ്പാടുകൾ അറിയുവാൻ പഠിക്കുവാൻ ഇടയായത്. ശേബരാജ്ഞി വന്ന കാര്യം നമുക്ക് അറിവുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ നക്ഷത്രത്തിൻ്റെ ഗതിവിഗതികളെക്കുറിച്ചൊക്കെ ശലോമോനിൽ നിന്നാണ് ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ രാജാക്കന്മാർക്ക്, ജ്ഞാനികൾക്ക് ജ്ഞാനം ലഭിച്ചതെന്ന് നമുക്ക് കരുതാം. അന്നത്തെ രാജാക്കന്മാർ ഇന്നത്തെ പോലെ ജനാധിപത്യമല്ലല്ലോ. അന്നത്തെ രാജാക്കന്മാർ അവർ ജ്ഞാനികളായിരുന്നു. രാജാവാകാൻ വേണ്ടിയുള്ള ട്രെയിനിങ് നൽകപ്പെട്ട ആളാണ് മോശ. മിസ്രയീമിലെ സകല ജ്ഞാനവും ഗ്രഹിച്ചു എന്നാണ് വായിക്കുന്നത്. അതുപോലെ ഈ ജ്ഞാനികൾ അവർ കിഴക്കേ രാജ്യങ്ങളിലെ രാജാക്കന്മാരാണ് എന്ന് വിശ്വസിക്കാൻ ന്യായമുണ്ട്. കാരണം ഒരു രാജ്യത്ത് ഒരു രാജാവ് അധികാരമേൽക്കുമ്പോൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അയൽ രാജ്യത്തെ രാജാക്കന്മാർ വരിക പതിവായിരുന്നു. ദാവീദ് രാജാവായപ്പോൾ ചുറ്റുമുള്ള
സകല രാജ്യങ്ങളും കപ്പം കൊടുക്കാൻ വേണ്ടി വന്നു. അതുപോലെ സോർ രാജാവായ ഹീരാം ദാവീദിനെ കാണാൻ വന്നു. ശലോമോൻ രാജാവായപ്പോൾ ശേബാരാജ്ഞി ഉൾപ്പെടെ ഉള്ള രാജാക്കന്മാർ കാണാനായി വന്നു. അപ്പോൾ ഇവിടെ യെശയ്യാപ്രവചനത്തിൽ ദൈവം എഴുതിയിട്ടുള്ളത്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും, അവൻ്റെ രാജ്യത്വത്തിന് അവസാനമുണ്ടാകില്ല എന്നാണ് യെശയ്യാ 9:6 പറയുന്നത്. ആ ദൈവം രാജാവായി, മശീഹയായി, രക്ഷിതാവായി ലോകത്തിൽ വന്നു എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഇസ്രായേലിൽ വന്നു എന്നുള്ള കാര്യം ചുറ്റുമുള്ള രാജാക്കന്മാരെ ദൈവം അറിയിക്കുകയാണ്. ജ്ഞാനികളായ ആ രാജാക്കന്മാർ ഒരു പ്രത്യേക നക്ഷത്രത്തിൻ്റെ ഉദയത്തോടുകൂടെ അത് മനസ്സിലാക്കി ഇസ്രായേലിൽ ഉണ്ടായ രാജാവിനെ ആരാധിക്കാനായി വരികയാണ്. ആ രാജ്യത്തെ വിശേഷ വസ്തുക്കൾ അവർ കൊണ്ടുവരുന്നുണ്ട്. പൊന്നും കുന്തിരുക്കവും മൂറും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും അവർ ദീർഘദൂരം യാത്ര ചെയ്താണ് വരുന്നത്. യെശയ്യാപ്രവചനം 60-ാം അധ്യായത്തിൽ അതിൻ്റെ 10-ാം വാക്യത്തിൽ അവിടെ വായിക്കുന്നത്, ഈ രാജാക്കന്മാരാണ് ഇസ്രായേലിലേക്ക് വന്നത് എന്നാണ്. ഞാൻ ആ വാക്യം വായിച്ചു കേൾപ്പിക്കാം. യെശയ്യാവിൻ്റെ പ്രവചനം 60-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. ഒട്ടകങ്ങളുടെ കൂട്ടവും മിദ്യാനിലെയും എഫയിലെയും ചിട്ടൊട്ടകങ്ങളും നിന്നെ മൂടും. ശേബയിൽ നിന്ന് അവരൊക്കെയും വരും. പൊന്നും കുന്തിരുക്കവും മൂരും അവർ കൊണ്ടുവന്ന് യഹോവയുടെ സ്തുതിയെ ഘോഷിക്കും. ഇത് കർത്താവായ യേശുക്രിസ്തു, അതായത് യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ കാണാൻ വേണ്ടി, നമസ്കരിക്കാൻ വേണ്ടി ചുറ്റുമുള്ള രാജ്യങ്ങളിൽ നിന്ന് രാജാക്കന്മാർ വന്നതിനെയാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. വേറെ അർത്ഥങ്ങൾ അതിന് കണ്ടേക്കാം. ദൈവരാജ്യത്തിൽ മശിഹ വാഴുമ്പോൾ ചുറ്റുമുള്ള ജാതികളുടെ രാജാക്കന്മാർ വന്ന് കാൽക്കൽ നമസ്കരിക്കുന്ന ആ കാര്യവുമായിട്ട് ഇതിന് ബന്ധം തീർച്ചയായിട്ടുമുണ്ട്. എന്നാൽ അതിൻ്റെ മറ്റൊരു അർത്ഥം, ദൈവം മനുഷ്യനായി യഹൂദന്മാരുടെ രാജാവായി വരുന്ന സമയത്ത് തീർച്ചയായിട്ടും മറ്റ് രാജ്യത്ത് നിന്ന് ആളുകൾ വന്ന് നമസ്കരിക്കും എന്നാണ്. എന്തായാലും യേശുവിൻ്റെ ജനനത്തെ ആളുകളെ അറിയിച്ചത് ഒരു നക്ഷത്രമാണ്. അതിൻ്റെ കാരണം യേശു നക്ഷത്രങ്ങളുടെ, സൂര്യചന്ദ്ര നക്ഷത്രാദികളുടെ സൃഷ്ടാവാണ്. രണ്ടാമത് ജ്ഞാനികൾ, രാജാക്കന്മാരായ ജ്ഞാനികളാണ് യേശുവിനെ ആരാധിക്കാൻ വന്നത്. ആളുകൾക്ക് ജ്ഞാനം നൽകിയത്, ശലോമോന് പോലും ജ്ഞാനം നൽകിയത് യേശുവാണ്. ഹെരോദ രാജാവ് ഭ്രമിക്കാനിടയായി. യേശു രാജാക്കന്മാരുടെ രാജാവാണ്. അവർ വന്ന് ചോദിച്ചു. അവർ വിചാരിച്ചത് ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലായിരിക്കും യേശു ജനിച്ചത്, അല്ലെങ്കിൽ യെരുശലേമിലായിരിക്കുമെന്നാണ്. യെരുശലേമാണല്ലോ ആസ്ഥാനം. ഇത് ഹെരോദാവ് അറിഞ്ഞു.
ഹെരോദാവ് അവരെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ എവിടുന്ന് വരുന്നു? എന്നാണ് ഈ ശിശുവിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞത്? എന്നാണ് നക്ഷത്രം കണ്ടത്? അവരിത് പറഞ്ഞു. അപ്പോൾ രാജാവ് തൻ്റെ കൊട്ടാരത്തിലെ ശാസ്ത്രിമാരെയും മഹാപുരോഹിതന്മാരെയൊക്കെ വിളിച്ച് ബൈബിളിൽ ഇതിനെക്കുറിച്ച് എന്താ എഴുതിയിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ അവർ മീഖാ പ്രവചനം 5:2 ഉദ്ധരിച്ചത്. അവിടെ എഴുതിയിട്ടുള്ളത്, നീയോ ബേത്ലഹേം എഫ്രാത്തേ, യഹൂദാ സഹസ്രങ്ങളിൽ നീ ചെറുതാണെങ്കിലും എൻ്റെ ജനത്തെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. അതായത് ദൈവം മനുഷ്യനാകുന്നത് ബേത്ലഹേമിലായിരിക്കും എന്നാണ് പ്രവചനം. അപ്പം അദ്ദേഹം അവരോട് പറഞ്ഞു, ഇവിടെയല്ല, ബേത്ലഹേമിലാണ്. നിങ്ങൾ പോയിട്ട് ആ ശിശുവിനെ കണ്ട് നമസ്കരിച്ചിട്ട് ഇതിലേ വരണം, ഞാനും പോയി നമസ്കരിക്കാം. അവർ സന്തോഷത്തോടുകൂടെ പോയി ആ നക്ഷത്രം, അവരെ വഴി കാണിച്ച നക്ഷത്രം അവർക്ക് കാണാനിടയായി. സാധാരണ ദൂരയാത്ര ചെയ്യുന്ന ആളുകൾ പകൽ എവിടെയെങ്കിലുമൊക്കെ വിശ്രമിച്ചിട്ട് വൈകിട്ടാണ്, ചൂടില്ലാത്ത സമയത്ത് വൈകിട്ടാണ് യാത്ര ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒട്ടകപ്പുറത്താണെങ്കിൽ ഈ ചൂടുള്ള സമയത്ത് ഒട്ടകത്തെ കൊണ്ടൊരിക്കലും പകല് നടത്തിക്കത്തില്ല. എന്തായാലും സന്ധ്യയ്ക്ക് അവർ യാത്ര തുടരാൻ ഒരുങ്ങിയപ്പോൾ നക്ഷത്രം വീണ്ടും കാണപ്പെട്ടു. അവർ നക്ഷത്രത്തെ അനുഗമിച്ച് ബേത്ലഹേമിലെത്തി. ആ വീടിൻ്റെ മുറ്റത്ത് നക്ഷത്രം വന്ന് നിന്നു. അവിടെ അവർ ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു. നമ്മൾ വായിക്കുന്ന വീണ അവനെ നമസ്കരിച്ചു. അവരെ എന്നല്ല, അവളെ എന്നല്ല, കാരണം അവരൊക്കെ മനുഷ്യരാണ്. എന്നാൽ യേശു ദൈവമായതുകൊണ്ട് യേശുവിനെ നമസ്കരിച്ചു, ആരാധിച്ചു. എന്ന് മാത്രമല്ല, നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് പൊന്നും മൂരും കുന്തിരുക്കവും യേശുവിന് കാഴ്ചവെച്ചു, അവന് കാഴ്ചവെച്ചു എന്നാണ്. ഇത് കഴിഞ്ഞപ്പോൾ സ്വപ്നത്തിൽ അവർക്ക് ഒരു ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. നിങ്ങൾ ഹെരോദാവിനെ കാണാൻ പോകണ്ട, നിങ്ങൾ വേറെ വഴിക്ക് പോവുക. അവർ ദൈവം പറഞ്ഞതനുസരിച്ച് വേറെ വഴിക്ക് മടങ്ങിപ്പോകാനിടയായി. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശുവിനെ ആരാധിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന ആ ധൈര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വിദ്വാന്മാർ തന്നെ കളിയാക്കി എന്നറിഞ്ഞ് ഹെരോദാവ് ഈ ശിശുവിനെ, ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തെ കൊല്ലാൻ ആഗ്രഹിച്ചു. പക്ഷേ ആരാണ് ഏതാണ് എന്നറിഞ്ഞുകൂടല്ല. അതുകൊണ്ട് ബേത്ലഹേമിലുള്ള മുഴുവൻ ശിശുക്കളെയും കൊല്ലാൻ തീരുമാനിച്ചു. 2 വയസ്സ് താഴെയുള്ള മുഴുവൻ ശിശുക്കളെയും ആളയച്ച് കൊല്ലിച്ചു. അതുകൊണ്ട് വലിയ നിലവിളി അവിടെ ഉണ്ടായി, ആ കുഞ്ഞുങ്ങളുടെയും അവരുടെ മാതാപിതാക്കളുടെയും. അത് ബൈബിളിലെ ഒരു പ്രവചനമായിരുന്നു. യിരെമ്യാവിൻ്റെ പ്രവചനം അതിൻ്റെ 30-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു, റാമയിൽ ഒരു വലിയ നിലവിളിയും ശബ്ദവും ഉണ്ടായി. റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു. റാഹേൽ എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ബേത്ലഹേമിൽ വെച്ച് കരഞ്ഞ യാക്കോബിൻ്റെ ഭാര്യ റാഹേലിൻ്റെ കാര്യം. അവിടെ വെച്ചാണ് അവൾക്ക് പ്രസവവേദന ഉണ്ടാകുന്നത്. അവിടെ അവൾ മരിക്കുകയാണ്. അപ്പോൾ ആ ബേത്ലഹേമിനെ റാഹേലിനോട് ഉപമിക്കുകയാണ്, കരഞ്ഞ റാഹേലിനോട് ഉപമിക്കുകയാണ്. എന്തായാലും യേശുവിനെ കൊല്ലാൻ ഹെരോദാവിന് സാധിച്ചില്ല. ദൈവത്തിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ യോസേഫിന് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ശിശുവിന് പ്രാണഹാനി വരുത്താൻ ആളുകൾ നോക്കുന്നു, നീ ശിശുവിനെ കൂട്ടി മിസ്രൈമിലേക്ക്, ഈജിപ്തിലേക്ക് പോകാം. അതും ഒരു പ്രവചന നിവൃത്തിയായിരുന്നു. ഹോശേയ പ്രവചനം 11-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ ഉള്ളത്, ഞാൻ എൻ്റെ മകനെ മിസ്രൈമിൽ നിന്ന് വിളിച്ചു വരുത്തിയെന്നാണ്. അപ്പോൾ കർത്താവായ യേശു മിസ്രൈമിൽ പോവുകയും അവിടെ നിന്ന് മടങ്ങി വരികയും ചെയ്യണം. ആ പ്രവചനവും അങ്ങനെ നിവർത്തിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവർ, യേശു എവിടെ ജനിക്കണം, എപ്പോൾ ജനിക്കണം, യേശു എവിടെയൊക്കെ സഞ്ചരിക്കണം, യേശുവിനെ ആരൊക്കെ വന്നു കണ്ട് ആരാധിക്കണം, ഇതെല്ലാം ബൈബിളിൽ
എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുപോലെ ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത് ജീവിക്കുന്ന വേറെ ആരുമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ മനുഷ്യാത്വ അവതാരമായ യേശുവിനെ ആരാധിക്കുവാൻ, എന്ത് ത്യാഗം സഹിച്ചു ആരാധിക്കാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.